താങ്കൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഷിനോജ്? കേൾക്കാൻ പറ്റുന്നുണ്ട് സാറേ. ഷിനോജ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഷിനോജ് പ്രശ്നം? ഞാൻ തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത്, വയനാട് ജില്ലയില്. വയനാട്ടിൽ നിന്ന് വിളിക്കുന്നത്. പറയൂ സാർ. ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. എവിടെയാണിത്? വയനാട്ടിൽ എവിടെയാണ്? വയനാട് തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്ത്. അപ്പൊ നിങ്ങൾ പഞ്ചായത്ത് ഈ കാര്യം ആലോചിക്കുന്നില്ലേ, പരിഗണിക്കുന്നില്ലേ? ഇല്ല, ഒരു 70% ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിത്. അപ്പൊ ജയലക്ഷ്മി ഇവിടെ മന്ത്രിയായിരുന്ന സമയത്ത് അപേക്ഷയെല്ലാം കൊടുത്ത് ഇതിന്റെ പാലത്തിന് വേണ്ടിയിട്ട് വന്ന് നോക്കുകയെല്ലാം ചെയ്ത് സ്കീമിൽപ്പെടുത്തി. പി കെ ജയലക്ഷ്മി മന്ത്രിയായിരുന്നപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 8 വർഷക്കാലമായി ഇതുവരെ അതിന്റെ ഒരു തീരുമാനമായിട്ടില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറി ഒറ്റപ്പെടുന്നു. ശരി, എത്ര ആദിവാസി കുടുംബങ്ങളുള്ള മേഖലയാണത്? അത് ഒരു ഏകദേശം ഒരു 100 ആദിവാസി കുടുംബങ്ങളുണ്ട്. 100 കുടുംബങ്ങളുണ്ട്. ശരി, ആരാണ് MLA നിങ്ങളുടെ ജനപ്രതിനിധി? ആരാ ഇപ്പത്തെ മന്ത്രിയാണ് OR കേളു. അപ്പോൾ നിങ്ങൾ ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ കൊടുത്തോ? കാരണം ഇത് നേരത്തെ തന്നെ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വിവരം തന്നോ? എന്തുകൊണ്ടാണ് നടക്കാത്തത്? അല്ല, എന്തെങ്കിലും ഒരു വിവരം തന്നിരുന്നു എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നതിൽ വിവരം എന്തെങ്കിലും തന്നിരുന്നോ? ഇപ്രാവശ്യം ബജറ്റിൽ വരും എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ വർഷം പണി തുടങ്ങുമെന്ന് പറഞ്ഞു, അതും നടന്നിട്ടില്ല. ശരി ശരി ജിൻസ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. താങ്കൾ ഈ കാര്യങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കാം. എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് പാലം അവിടെ വരാൻ വൈകുന്നത് എന്ന കാര്യം ഞങ്ങൾ അന്വേഷിക്കാം. ഓക്കെ ജിൻസ്? ശരി, ഒരു കോളർ നമ്മളോട് കാര്യങ്ങൾ പറയുകയായിരുന്നു വയനാട്ടിൽ നിന്ന്.